നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ലിയോണൽ മെസ്സി കഴിഞ്ഞ വീക്കിൽ ഇന്ത്യ പര്യടനത്തിലായിരുന്നു. തന്നോടൊപ്പം അർജൻറ്റീനയുടെ മറ്റ് രണ്ട് പ്രമുഖ കളിക്കാരുമുണ്ടായിരുന്നു. മെസ്സിയുടെ സന്ദർശനം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മെസ്സി കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് കുറേ വാർത്തകളും അതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും മെസ്സി കേരളത്തിൽ വന്നില്ല. അർജൻറ്റീനയുടെ ടീം ഒരു പ്രദർശന മത്സരം കേരളത്തിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊക്കെ ഇല്ലാതായി തീരുകയാണ് ചെയ്തത്. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ ഗോസായിമാർ അവർ നല്ല മിടുക്കരാണ്. അവർ മെസ്സിയെ നോർത്ത് ഇന്ത്യയുടെ പിന്നെ കുറച്ച് സൗത്തിലോട്ട് ഹൈദരാബാദ് വരെയൊക്കെ ചില പട്ടണങ്ങളിലൊക്കെ കൊണ്ടുവന്നു. 5-10 മിനിറ്റുമൊക്കെ ഈ സ്റ്റേഡിയങ്ങളിൽ പന്ത് തട്ടി ഒന്ന് കാണിച്ചു. അങ്ങനെ മെസ്സി ശരിക്കും ഇന്ത്യയിൽ വന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഈ പന്ത് കളിയൊന്നും നടക്കുന്നില്ല, അതായത് ഇൻ്റർനാഷണൽ മാച്ചൊന്നുമല്ല. മെസ്സി വെറുതെ പന്ത് തട്ടുന്ന കാണാൻ 20,000-15,000 രൂപ ടിക്കറ്റൊക്കെ എടുത്താണ് ആളുകൾ സ്റ്റേഡിയം നടഞ്ഞത്. കൽക്കട്ടയിൽ അത് പ്രശ്നവുമായി. കാരണം കൽക്കട്ടയിൽ മെസ്സി സ്റ്റേഡിയത്തിൽ വന്നു, പക്ഷേ മെസ്സിയെ ചുറ്റിപ്പറ്റി ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും അവരുടെ ബന്ധുക്കളും എല്ലാം വട്ടം വളഞ്ഞ് നിന്നുകൊണ്ട് ഗാലറിയിൽ ഇരുന്നവർക്കൊന്നും ശരിക്കും മെസ്സിയെ കാണാൻ പറ്റിയില്ല. അവസാനം ഈ പറഞ്ഞ ഇന്ത്യൻ VIPസിൻ്റെ ഒരു അമിതമാകുന്ന ആവേശത്തിൽ മെസ്സിക്കും ആകെ ബുദ്ധിമുട്ടായി. 10 മിനിറ്റിനകം മെസ്സി സ്ഥലം കാലിയാക്കി. പിന്നെ കൽക്കട്ട സ്റ്റേഡിയത്തിൽ നടന്നത് കലാപതുല്യമായ അന്തരീക്ഷമാണ്. കാരണം 15,000-20,000 രൂപ കൊടുത്ത് മെസ്സിയെ കാണാൻ വന്നവർ മെസ്സിയെ നേരെ രൂപ കാണാൻ പോലും പറ്റിയില്ല. പ്രശ്നം ഉണ്ടാക്കാതിരിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നു, ഒരു മനുഷ്യൻ ഇത്ര ആരാധകരോ എന്ന ഒരു അത്ഭുതം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മെസ്സിയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്. ജനൻ TV ഒരു പോസ്റ്റ് ഇട്ടു. അതായത് വളരെ അഭിമാനത്തോടു കൂടി അവർ പറയുകയാണ്, മെസ്സി ഇവിടെ നമ്മുടെ ഗുജറാത്തിൽ ജാംനഗറിൽ അംബാനി മകൻ അദ്ദേഹത്തിനൊരു വൈൽഡ് ലൈഫ് ഒരു കേന്ദ്രമുണ്ട്. ഒരു പ്രത്യേക വൈൽഡ് ലൈഫ് കേന്ദ്രമാണ്. പബ്ലിക്കിന് ടിക്കറ്റ് വെച്ച് മൃഗങ്ങളെ കാണിക്കുന്ന ഒരു മൃഗശാലയൊന്നുമല്ല, മറിച്ച് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന റീഹാബിറ്റേറ്റ് ചെയ്യുന്ന ഒരു സെൻ്ററാണുള്ളത്. വളരെ രസകരമാകുന്ന ഒരു കഥയൊക്കെ ആ സെൻറ്ററിൻ്റെ പിന്നിലുണ്ട്. ആ സെൻറ്റർ സന്ദർശിക്കുമ്പോൾ വന്താര വൈൽഡ് ലൈഫ് സെൻറ്റർ ജാംനഗർ, ആ സെൻറ്റർ സന്ദർശിക്കുമ്പോൾ മെസ്സി അവിടെ ഗണപതി പൂജയിലും ഹനുമാൻ പൂജയിലും ഒക്കെ പങ്കെടുത്തു. വീഡിയോകൾ പ്രചരിക്കുന്നു, ചിത്രങ്ങൾ പ്രചരിക്കുന്നു. മെസ്സി ആ ബിംബങ്ങളുടെയൊക്കെ മുമ്പിൽ വണങ്ങുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നു. ഇവിടെ ജനൻ TV ഒക്കെ ആവേശത്തോടെ ഇത് കാണിക്കുവാൻ കാരണം ഈ യേശുവിനെ വളരെ പാടി പുകഴ്ത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മെസ്സിയെ ക്രിസ്ത്യൻ ലോകം ഇങ്ങനെ മുൻപോട്ട് കാണിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്നലെ ഞാനൊരു ക്രിസ്ത്യൻ ചാനലൊരു വീഡിയോ കണ്ടു. അതായത് മെസ്സിയുമായിട്ടൊരു ഇൻ്റർവ്യൂ ആണ്. 2024 മെസ്സിയുടെ ബർത്ത്ഡേ ദിവസം പബ്ലിഷ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ. അതായത് ജുവാൻ പാബ്ലോ വാർസ്കി എന്ന് പറയുന്ന ഒരു അർജൻറ്റീനിയൻ ജേർണലിസ്റ്റ് കഴിഞ്ഞ 2024 ജൂൺ മാസത്തിൽ പബ്ലിഷ് ചെയ്ത ഒരു മെസ്സിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് മെസ്സി തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ തുടർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നു താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാലൻറ്റ് തനിക്ക് കിട്ടിയത്. തൻ്റെ ടാലൻറ്റ് പരിപോഷിപ്പിക്കുവാൻ, അതിനെ വളർത്തുവാൻ താൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇത് ദൈവദത്തമാകുന്ന ഒരു കഴിവാണ്, ടാലൻ്റാണ്. താൻ അതിനെ മാക്സിമം ഉപയോഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒരു ക്രിസ്ത്യൻ ചാനൽ എടുത്തിട്ട് പറയുന്നത്, നോക്ക് മെസ്സി എത്രയധികം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഈ മെസ്സി കോളൊക്കെ അടിച്ചു കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കുന്നതും കുരിശു വരയ്ക്കുന്നതും ഒക്കെ ഇങ്ങനെ പൊതുവെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ മെസ്സി ഒരു ഭയങ്കര ക്രിസ്ത്യൻ ഭക്തനാണ് എന്ന വിധത്തിലാണ് സാധാരണ ക്രിസ്ത്യൻ ചാനലുകളൊക്കെ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ മെസ്സിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിതാ മെസ്സി ഗുജറാത്തിൽ വന്നിട്ട് ഒരു ഹിന്ദു ആചാരപ്രകാരമുള്ള പൂജയിൽ പങ്കെടുത്ത് വിഗ്രഹങ്ങളെയൊക്കെ നമസ്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ ജനൻ TV ആ പിക്ചർ കാണിച്ചിരിക്കുകയാണ്. അതായത് നല്ല വലിയ ക്രിസ്ത്യാനികളുടെ ആവേശമാകുന്ന സെലിബ്രിറ്റിയാകുന്ന മെസ്സി ഇതേ വന്നിട്ട് പൂജ ചെയ്തിരിക്കുന്നു. അപ്പോൾ മെസ്സിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഒരു പ്രചരണം നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി ഇംഗ്ലീഷ് മീഡിയകളൊക്കെ ഈ വാർത്ത വളരെ വലിയ വാർത്തയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വന്താര ഈ ഒരു വൈൽഡ് ലൈഫ് കേന്ദ്രത്തിൽ വന്ന മെസ്സി അവിടെ ഉള്ള അവിടെയുള്ള പൂജയിലൊക്കെ പങ്കെടുത്ത് വലിയ വാർത്തയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ 1-2 ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു ഉത്തരം തരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ലിയോണൽ മെസ്സി എന്ന് പറഞ്ഞ ആൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണോ, യേശുവിനെ പിൻപറ്റുന്ന ഒരാളാണോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഒന്നാമത് മെസ്സി ജനിച്ചു വളർന്നത് ഒരു കാത്തലിക് പശ്ചാത്തലത്തിലാണ് വളർന്നത്. ഒരു കാത്തലിക്കായിട്ടാണ് മെസ്സി
വളർന്നത്. നമുക്കറിയാമല്ലോ, കാതലിക്കായിട്ട് വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഒരു പള്ളി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആചാരങ്ങളും ഭക്തിയും ഒക്കെ അല്ലാതെ ദൈവവചനം എന്താണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇടപെടലെന്നുള്ള അറിവൊന്നും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ലിയോണൽ മെസ്സിയെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. അദ്ദേഹം ഈ പൂജയിൽ പങ്കെടുത്തൊന്നും പാവത്തിന് അറിയത്ത് പോലും ഇല്ലായിരിക്കും ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്. കാരണം അദ്ദേഹം വളർന്നു വന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ പല വിഗ്രഹങ്ങളെ വണങ്ങാറുണ്ടല്ലോ. അവർ പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നില്ലെന്ന, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളെന്ന. ഒരു പക്ഷേ മെസ്സിയും അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം വണങ്ങിയത്. ഇത് ആരാധനയൊന്നുമല്ല, ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നു എന്നൊക്കെ ആയിരിക്കാം മെസ്സി ചിന്തിച്ചത്. എനിക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല, കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന പശ്ചാത്തലം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇനിയും വളർന്ന് പ്രായമായ ശേഷം മെസ്സി തൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ള തൻ്റെ ഈ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ശരിക്കും മെസ്സിയുടെ വിശ്വാസം? ഒരു ക്രിസ്തു വിശ്വാസിയാണോ? യേശുവിനെ പിൻപറ്റുന്ന ഒരാളാണോ? ഇങ്ങനെ ഒഴുക്കം മട്ടിൽ 2024 ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം യേശു എന്ന വേദപുസ്തകത്തിലെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു അക്നോളജ്മെൻ്റ് അല്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മെസ്സിയുടെ ഒരു ഫെയ്ത്ത് സിസ്റ്റം എന്ന് പറയുന്നത്, മെസ്സി സുപ്രീമായിട്ടുള്ള ഒരു വലിയ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവം ഇപ്പോൾ ക്രിസ്തുവാണോ എന്നൊന്നും മെസ്സിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും മെസ്സി നടത്തിയിട്ടില്ല. മെസ്സിയുടെ വിശ്വാസത്തിന് അനുസരിച്ച് ഒരു ദൈവമുണ്ട്, ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ മെസ്സിക്ക് വിശ്വാസമുണ്ട്. ആ ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തെന്നുള്ളതൊക്കെ അല്ലാതെ മെസ്സി യേശുവിൽ വിശ്വസിക്കുന്നതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും പറയും, പാസ്റ്ററെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മെസ്സി യേശുവിനെ സ്വീകരിച്ചെന്നും യേശുവിനെ പിൻപറ്റുന്നെന്നും ഒക്കെ പറഞ്ഞ വീഡിയോകളും ചിത്രങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, നിങ്ങൾ നിശ്ചയമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊന്നും ഒറിജിനൽ മെസ്സിയല്ല, അതൊക്കെ AI കൊണ്ടുണ്ടാക്കിയ മെസ്സിയാണ്. അതിലേറ്റവും പ്രസിദ്ധമാകുന്ന ഒരു ചിത്രം, മെസ്സി യേശുവിനെ സ്വീകരിച്ചു എന്ന പേരിൽ പ്രചരിച്ച ഒരു ചിത്രം, അത് ഒരു കൊളംബിയൻ ചർച്ച് AI കൊണ്ടുണ്ടാക്കിയ ചിത്രമാണ് ഏറ്റവും പോപ്പുലറായത്. മെസ്സി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിനെ പിൻപറ്റുന്നു എന്ന പേരിൽ ആ ചിത്രം ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷേ പിന്നീട് മാധ്യമങ്ങളൊക്കെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു, അതൊരു ഫേക്ക് ചിത്രമാണ്, മെസ്സി അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അതൊരു AI ചിത്രമാണെന്ന് പബ്ലിഷ് ചെയ്തു. അപ്പോൾ AI ചിത്രങ്ങൾ കണ്ടിട്ട്, AI വീഡിയോകൾ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് മെസ്സി ഭയങ്കര മുട്ടൻ ക്രിസ്ത്യാനിയാണ്, വലിയ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സുപ്രീം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലാതെ ഈ പറയുന്നത് പോലെ ഈ ഒരു ക്രിസ്ത്യാനികളുടെ മാത്രമായിട്ടുള്ള യേശു എന്ന ഒരു സങ്കല്പത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളൊന്നുമല്ല മെസ്സി. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാമോ? ഈ ജനം TV ഒക്കെ അങ്ങനൊരു വാർത്ത കാണിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, മെസ്സി എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മെസ്സി എന്ന വ്യക്തി കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയി വണങ്ങുന്നതൊന്നും തെറ്റാണെന്നൊരു അറിവ് അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു എക്സ്ക്ലൂസീവായിട്ട് യേശു മാത്രമെന്ന സങ്കല്പമൊന്നും ഉള്ള വ്യക്തിയൊന്നുമല്ല മെസ്സി. മറ്റു പലരും ഗോളടിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുന്നത് പോലെ എവിടെയോ ഇരിക്കുന്നെന്ന് ഒരു തോന്നലുള്ള ഒരു ദൈവത്തെ അദ്ദേഹം നോക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കറും സെഞ്ചുറി അടിച്ചിട്ട് ആകാശത്തേക്ക് നോക്കാറില്ലേ? അതിൻ്റെ അർത്ഥം ഒരു ദൈവം ഉണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം. അങ്ങനെ നോക്കുന്നതെന്നല്ലാതെ ഇവരെ ഒന്നും നമുക്ക് ക്രിസ്ത്യാനിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നൊരു യാഥാർത്ഥ്യം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് അങ്ങ് പങ്കുവെക്കുകയാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സെലിബ്രിറ്റിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പരിധി വിട്ട് സെലിബ്രിറ്റിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടി വരും. അതായത് ആരെങ്കിലും ഇയാളെ വിളിച്ചുകൊണ്ട് ഒരു ദർഗയിൽ പോയാൽ അവിടെ ഉള്ള കാര്യങ്ങളെ പ്രശംസിക്കണം, മറ്റൊരു അമ്പലത്തിൽ പോയാൽ അവിടെയുള്ള കാര്യങ്ങളെ പ്രശംസിക്കണം, പിന്നെ ഒരു പള്ളിയിൽ പോയാൽ ആ പള്ളിയുടെ ഏറ്റവും വലിയ ആളായിട്ട് നിൽക്കണം. ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, സാഹചര്യത്തിനനുസരിച്ച് അവർ സൂക്തങ്ങളും ശ്ലോകങ്ങളും ബൈബിൾ വചനങ്ങളും ഒക്കെ ഉപയോഗിക്കും. പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനാണെങ്കിൽ അടിച്ചു തകർത്ത് നല്ല പ്രസംഗം പ്രസംഗിക്കും, ഹല്ലേലൂയയും പ്രൈസ് ലോർഡും ഒക്കെ പറയും. അത് അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ഭാഷ മാറും, അത് മോസ്കിലാണെങ്കിൽ അത് മറ്റൊരു ഭാഷയാകും. അങ്ങനെ രാഷ്ട്രീയക്കാർ ഈ മുഖം മാറി 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 ഉപയോഗിക്കുന്നത് പോലെ ഈ സെലിബ്രിറ്റീസിനുമുള്ള ഒരു വലിയ അപകടമാണ്. അവർക്ക് ഈ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്കിങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമൊന്നും നടത്താൻ പറ്റത്തില്ല. അതിനൊക്കെ വളരെ ചുരുക്കം പേരെ അപവാദമായി നിന്നിട്ടുള്ളൂ. ജെമിമ റോഡ്രിഗസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ, അവൾ മാത്രമാണ് ഈ അടുത്ത സമയത്ത് അതിന് അപവാദമായി നമ്മൾ കണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് റോബിൻ ഊത്തപ്പയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹം യേശുദൻ്റെ മുറിയിൽ ഇറങ്ങി വരുന്ന അനുഭവമൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു വീഡിയോ ഒത്തിരി വൈറലാകുകയും ചെയ്തു. റോബിൻ ഊത്തപ്പയുടെ മുറിയിൽ യേശു വന്നു. പക്ഷേ ആ കൗതുകം കൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂ ഒന്ന് തേടിപ്പിടിച്ച് പിന്നെയും കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു മുറിയിൽ ഇറങ്ങി
വാങ്ങി വന്നെന്നൊക്കെ ഉത്തപ്പ പറയുന്നുണ്ടെങ്കിലും ഉത്തപ്പ അവസാനമായിട്ട് പറയുന്ന സെൻറ്റൻസ് എല്ലാ സമുദായത്തിലും എല്ലാ വിഭാഗത്തിലും പല രീതിയിൽ പല രൂപത്തിൽ ഭാവത്തിലൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അതൊക്കെ ഓരോ കമ്മ്യൂണിറ്റിക്ക് ദൈവം കൊടുത്ത ഓരോ പ്രകാശനങ്ങളാണ്. അല്ലാതെ യേശു മാത്രമെന്നൊരു കൺസെപ്റ്റിലേക്ക് റോബിൻ ഉത്തപ്പിക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി. എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയ നിരാശ തോന്നി. കാരണം അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ റോബിൻ ഉത്തപ്പ വലിയ വിശ്വാസിയാണെന്നും അന്യഭാഷ പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മണ്ടത്തരമായല്ലോ. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് അദ്ദേഹം നടത്തുന്നൊരു ഹിന്ദി ഇംഗ്ലീഷ് ഇൻ്റർവ്യൂവിൽ ഒരു സെക്കുലർ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ ഇദ്ദേഹവും ശക്തമായിട്ട് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നില്ലല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇതവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. സെലിബ്രിറ്റീസ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. സെലിബ്രിറ്റീസിന് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ നിന്ന് ജയിച്ച പെന്തക്കോസ്തുകാരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. എവിടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിച്ച പെന്തക്കോസ്തുകാരെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഏതോ ഒരു വേന്ദ്രനും വന്നിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഇനിയും നിങ്ങളുടെ സ്ഥലത്തെ അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ വിളക്ക് കത്തിക്കാൻ നിങ്ങളെ വിളിച്ചാൽ ഞാൻ പെന്തക്കോസ്താണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ഏറ്റവും വലിയ ചലഞ്ച് സത്യത്തിൽ ഈ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുമ്പോഴുള്ള ഏറ്റവും വലിയ ചലഞ്ച് അവർ ഈ എവിടെ ചെല്ലുന്നു ആ സമൂഹമായിട്ട് സമുദായമായിട്ട് അവരുടെ വിശ്വാസത്തൊക്കെ പുറയിലേക്ക് ചവിട്ടി മാറ്റിയിട്ട് താതാത്മ്യം പ്രാപിച്ചൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു പണിയല്ല ഇത്. എല്ലാവർക്കും എല്ലായിടത്തും പോയി ക്രിസ്ത്യാനിയുടെ സ്റ്റേജിൽ പ്രൈസ് ദി ലോർഡും പിന്നെ മറ്റ് സ്റ്റേജുകളിൽ മറ്റ് പലതും പറയാനൊക്കെ പറ്റുമോ? അത് പെന്തക്കോസ്തുകാർക്ക് പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഇതിനെയൊക്കെ കഴിഞ്ഞ പല വീഡിയോകളിലും എതിർത്തത്. പലർക്കും അത് ഇഷ്ടപ്പെട്ടുമില്ല കേട്ടോ. എന്നാൽ ഉള്ള സത്യം ഞാൻ പറയാം, 1-2 പെന്തക്കോസ്തുകാരൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറയും. പിന്നെ അവർ അതിനൊരു അപവാദമാകും. പിന്നെ അടുത്ത ഇലക്ഷനിൽ ഒരു പക്ഷേ അവർ ജയിക്കത്തില്ല. പക്ഷേ എന്നും കുന്നും ഇലക്ഷനിലൊക്കെ ജയിച്ച് നിൽക്കണമെങ്കിൽ ഈ പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുന്ന ഒരു ജീവിയുണ്ട്, മ്ലാഞ്ഞിലെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്നത്. ഈലെന്ന് ഇംഗ്ലീഷിൽ പറയും. തല കണ്ടാൽ പാമ്പിനെ പോലെ. അപ്പോൾ ഏതെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ ഈ മീന് തല കാണിച്ചിട്ട് പറയും ഞാനും ഒരു പാമ്പാ കേട്ടോ. ഇനി മീനിനെ കാണുന്നതെങ്കിലോ തല കാണിക്കത്തില്ല, വാല് കാണിച്ചിട്ട് പറയും ഞാനും ഒരു മീനാ കേട്ടോ. അങ്ങനെ സാഹചര്യം അനുസരിച്ച് ഈ മാറി മാറി നിൽക്കുന്ന സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും അവരൊക്കെ നമ്മുടെ ചുറ്റും ഒത്തിരി ഉണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ജയിച്ചവർ അവർ നേടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതൊക്കെയായിരിക്കും. പിന്നെ ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഏതെങ്കിലും ഒരു വാർഡിലാണ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരികയില്ല. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് മറ്റൊന്നിനെയും വണങ്ങേണ്ടി വരികയില്ല എന്ന് ഒരു പുതിയ സൂക്തം ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പാഠഭേദം ഇവിടെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.